നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോട്ട് ഐഡിയയിലൂടെ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് പകല് ഒരു ലൈറ്റും യൂസ് ചെയ്യാതെ ഈ ഒരു എക്സ്ട്രാ ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കിടിലനായിട്ട് 3000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ വരുന്ന മനോഹരമായിട്ടുള്ള വീടാണ്. വീട് നിർമ്മിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഓവർ സ്ക്വയർ ഫീറ്റ് പോവാതെ പാകത്തിനൊരു വീട്. ചെറിയ ബഡ്ജറ്റ് വീടുകൾ ഒരുപാട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരു ആവറേജ് ഫാമിലിക്ക് വേണ്ട 3-4 ആളുകളൊക്കെ വരുന്ന ഫാമിലിക്ക് വേണ്ട മനോഹരമായിട്ടുള്ള ഒരു വീടിന് പറ്റുന്ന ഐഡിയ ആണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. 4 ബെഡ്റൂമാട്ടോ അതിനകത്ത് വരുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഓമാനൂരാണ്. വീട് ചെയ്തിരിക്കുന്നതോ ആർക്കിടെക്ട് ഷമീം എളമരമാണ്. അദ്ദേഹത്തിന് മനോഹരമായിട്ടുള്ള വർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുന്നത്. ഡെക്കോർ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വീടിനകത്തേക്ക് ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ പെർഗോളാസ് ഇടക്കൊക്കെ കൊടുത്ത് വിൻഡോ ഒക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ആക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല എക്സ്ട്രാ ലൈറ്റുകൾ വരാൻ വേണ്ടി മേലേക്ക് ഒന്ന് നോക്കിയേ, ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒരു സ്പേസ്, മേലെ ഗ്ലാസ് ഇട്ട ഒരു സ്പേസ് കാണാം ഫസ്റ്റ് ഫ്ലോറിൽ. മാക്സിമം ലൈറ്റ് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് പകല് ഒരു ലൈറ്റും യൂസ് ചെയ്യാതെ ഈ ഒരു എക്സ്ട്രാ ലൈറ്റുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ ജീവിക്കാൻ പറ്റും. അതിനുള്ള ലൈറ്റിംഗ് സോഴ്സുകളാണ്. അതുമാത്രമല്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ മെറ്റൽ കൊണ്ടുള്ള ഈ ഒരു സ്റ്റെയറിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സ്റ്റെയർ മാത്രമല്ല ഒന്ന് സീലിങ്ങിലേക്ക് നോക്കി ലൈറ്റ് സോഴ്സുകൾ ഡിഫറെൻ്റ് ഐഡിയകളിൽ ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോട്ട് ഐഡിയയിലൂടെ ലൈറ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ, ഈ ഒരു സ്റ്റെയറിലെ അട്രാക്ഷൻ. സ്റ്റെയറിലെ ലാൻഡിങ്ങിലാണുള്ളത്. പൂർണ്ണമായിട്ടും തേക്ക് വുഡ് കൊണ്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയാം, ഹാൻഡിലുകൾ നേരത്തെ കണ്ടതുപോലെ ആ താഴ്ന്ന് വരുന്ന സെയിം ഹാൻഡിൽ റാഡുകളാണ് മേലേക്ക് പൊങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു സ്പേസ് സാധാരണ ഫസ്റ്റ് ഫ്ലോർ കാണുന്ന ഒരു ഏരിയയിലേ അല്ല. സ്റ്റഡി ഏരിയ കുറച്ച് വുഡൻ സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഷെൽഫുകൾ അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസൈനും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇരിപ്പിടം കാണാം. ഇരിപ്പിടത്തിൽ നിന്ന് നമുക്ക് നേരെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഡൈനിങ് സ്പേസ് കാണാം. മനോഹരമായിട്ടുള്ള ആംബിയൻസ് കാണാം. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നേരത്തെ ഒരു വാളിൽ വെറുതെ ഒരു ഡിസൈൻ കൊടുത്താൽ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ അത് ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കാഴ്ച കിട്ടുന്നതിന് വേണ്ടിയിട്ടാട്ടോ. 2 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തുന്നത്. ലാൻഡിങ്ങിൽ തന്നെയാണ് ആ ഒരു സ്റ്റഡി ഏരിയ ഉണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിൽ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെയാണ് ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ വരുന്ന ഭാഗം. അതുപോലെ മറ്റ് റൂമുകൾ ഈ ഒരു ഭാഗത്താണ്. എക്സ്ട്രാ നേരത്തെ നമുക്ക് ലൈറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞത്, ഒന്ന് ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ഇട്ട് മനോഹരമാക്കിയതാണ്. അതിലൂടെയാണ് ലൈറ്റ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്ന പോട്ട് ഡിസൈൻ കണ്ടില്ലേ, ഇതിലൂടെയാണ് മറ്റ് ലൈറ്റുകൾ പുറത്തുനിന്ന് അകത്തേക്ക് ഈസി ആയിട്ട് വരുന്നത്. വിശാലമായ സ്പേസാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലിവിങ് ഏരിയ. റൈറ്റ് സൈഡിൽ ഡൈനിങ്ങിലേക്ക് പോകാം. പക്ഷേ നമുക്ക് എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ലിവിങ്ങിലുണ്ട്. നേരെ ലിവിങ്ങിലേക്ക് എൻ്റർ ചെയ്താൽ ഒരു ആപ്റ്റ് ആകുന്ന ഒരു സൈസ് എന്ന് പറയണം. കാരണം ലിവിങ് ഒരു റൂമിൽ, ഡൈനിങ് റൂമിൽ ആ ഒരു കൺസെപ്റ്റേ അല്ല, ഫുൾ ഓപ്പൺ സ്പേസാണ്. ഈ കാണുന്ന ഏരിയയിൽ കൊടുത്തിരിക്കുന്ന സിറ്റിംഗ് 3-2-1 എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. അതുപോലെ ഡൈനിങ് ടേബിളും ഈ ഒരു സോഫയായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇട്ട പോലെയല്ല, നമുക്ക് അതിന് കറക്റ്റായിട്ട് കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ചതാണ്. അതുപോലെ വിൻഡോ ഇവിടെ ഹൊറിസോണ്ടലാണ്. അതെല്ലാം വുഡൻ വിനീറിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വിനീർ അല്ല കേട്ടോ വന്നിരിക്കുന്നത്, എല്ലാം നാച്ചുറൽ വുഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാഡിങ്ങുകൾ വലിയ വിൻഡോ നമ്മൾ പുറത്തുനിന്ന് കണ്ടത് ഈ ഒരു വോളിലാണ്. മാക്സിമം ലൈറ്റ് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇതെല്ലാം വുഡിലാട്ടോ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ലൂവർ സ്റ്റൈലിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ TV യൂണിറ്റ് കർവ് ചെയ്തുള്ള മനോഹരമായിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം പൂർണ്ണമായിട്ടും തേക്ക് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് വാൾപേപ്പർ കുറച്ച് ഏരിയകളിലും വന്നിട്ടുണ്ട്. ഇവിടെയുള്ള അട്രാക്റ്റീവായിട്ടുള്ള മറ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ആക്സസറീസ്, അതുപോലെ ഈ കൊടുത്തിരിക്കുന്ന സിറ്റിങ് ഇതൊരു സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം സോഫ ഒരേ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വലിയ വിൻഡോ കവർ ചെയ്തിരിക്കുന്ന
ഷിയർ കൊണ്ടാണ് കേട്ടോ. ഷിയർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് പുറത്തേക്ക് നല്ലൊരു വെളിച്ചം കിട്ടും. അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള കേർട്ടനും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്ന ഫ്ലോറിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മാർബിൾ ഫിനിഷ് ആട്ടോ വന്നിരിക്കുന്നത്. മാർബിൾ മനോഹരമായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബുക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിലേക്ക് വരികയാണെങ്കിൽ POP സീലിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ട്രാക്ക് ലൈറ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈറ്റ് ഐഡിയ യൂസ് ചെയ്തിട്ടുണ്ട്. കോവ് ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടിനെ, അതായത് സിലിണ്ടറിക്കൽ ലൈറ്റിനെ സ്ക്വയറിൽ ആണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത ഐഡിയകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാസേജിലേക്ക് വരികയാണെങ്കിൽ കൂടി 2 ഐഡിയകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ആർക്കിട്രൈവ് കാണാം. ഈ ഒരു ഓപ്പണിംഗ് ഏരിയയാണ്, ഹാളിലേക്കുള്ള ഓപ്പണിംഗ് ഏരിയയാണ്. ഇതിൽ ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ഏരിയ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ 2 രീതിയിലും നമുക്ക് പാസ് ചെയ്യാം. ഇവിടെ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാച്ചുറൽ ഗ്രാസ് അല്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. മാർബിളിൻ്റെ എൻഡിൽ ഇതുപോലെ ഓപ്പണിംഗ് ആണ്. ഇവിടെ നല്ലൊരു സിറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഫ്രീ ആണ്. ലിവിങ്ങും ഹാളും തമ്മിൽ ഫുള്ളി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ. നല്ല ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളിലെ മെയിനായിട്ട് കാണുന്ന ഒരു പോർഷൻ ഈ കാണുന്ന മെറ്റൽ സ്റ്റെയർ ആണ്. മെറ്റൽ സ്റ്റെയറിലെ ഹാൻഡിലുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ കാണുന്ന ഹാൻഡിൽ ഐഡിയ അല്ലെങ്കിൽ ഡിസൈനേ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഹാൻഡിലുകളെല്ലാം മെറ്റൽ റാഡുകളാട്ടോ. അത് ഈ മെറ്റൽ സ്ട്രക്ചറിൽ പിടിപ്പിച്ചിരിക്കുകയാണ്. അതിലാണ് വുഡൻ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വലിയ ഡൈനിങ് സ്പേസ് നമുക്ക് കാണാം. നല്ല ഒന്നാം തരം ഗ്ലാസ് ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. പാറ്റേൺ ഉള്ള ഗ്ലാസ് ടോപ്പാണ് കേട്ടോ. ചെയറുകളെല്ലാം പർച്ചേസ് ചെയ്തിട്ട ചെയറുകളാണ്. ഒരു 8 ആൾക്ക് നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് സ്പേസ് ആണ്. വലിയ 2 ഷാൻഡലിയേഴ്സ് കാണാം. സാധാരണ കാണുന്ന ഷാൻഡലിയർ പോലെയല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്ലോബ് സ്റ്റൈലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതേ ഒരു തീം ഐഡിയ തന്നെ വന്നിട്ടുണ്ട് ഈ കാണുന്ന വാഷിംഗ് ഏരിയയിലുള്ള മിററിൽ, അതുപോലെ തന്നെ ഇവിടെയുള്ള വാഷ് ബേസിനിൽ. അങ്ങനെയാണ് ഈ ഒരു വാഷിംഗ് ഏരിയയിൽ അട്രാക്റ്റീവ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലെ വലിയ ഏരിയകളിൽ, വോയിഡ് ഏരിയകളിൽ സാധാരണ പ്ലെയിൻ ഡിസൈനാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ വോളിനെ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ പോർഷനെ ഹൈലൈറ്റ് ചെയ്ത് അതിൽ വാൾപേപ്പർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ കർട്ടൻ ഇവിടെ 2 പാർട്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും ഏരിയനെ ഒരു സെപ്പറേറ്റ് ആക്കി. അതുപോലെ മേലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു പെൽമെറ്റ് ഏരിയനെ വുഡിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊക്കെയാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലെ അട്രാക്ഷൻ. മെയിൻ ഹാളിൽ മെയിൻ എൻട്രി ചെയ്യുന്ന പോർഷനിൽ സീലിങ്ങിൽ കുറച്ച് ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ POP ഡിസൈനും വുഡൻ ഐഡിയകളും കൊണ്ടുവന്നിട്ടുണ്ട്. മൈക്കയിലാണ് കേട്ടോ ആ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ നേരെ എൻട്രി ചെയ്യുന്ന ഹാളിനെ, ഈ ഹാളിൽ നിന്ന് കിച്ചണിലേക്കും റൂമുകളിലേക്കും സെപ്പറേറ്റ് പോകുന്ന പോർഷനിൽ നേരെ ഐസൈറ്റ് വരുന്ന ഒരു ഭാഗത്ത് ഒരു ഏരിയ കൊടുത്തിരിക്കുകയാണ്. ഇത് വാൾപേപ്പറിലാണ് ഹൈഡ് ചെയ്തത്. നല്ലൊരു ആക്സസറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, പല വീടുകളും ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള സ്പേസുകളൊക്കെ ബ്ലാങ്ക് ആയി കിടക്കും. അതുപോലെ സിമ്പിളായിട്ടൊരു ആക്സസറി വെച്ചാൽ ആ ഏരിയ മനോഹരമാക്കും. ബെഡ്റൂമുകളാട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ബെഡ്റൂമിൽ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. നല്ലൊരു ബേ വിൻഡോ സെറ്റപ്പ് കൊടുക്കുന്നത്. അവിടെ കുറച്ച് നേരം ഇരുന്ന് നോക്കാമെന്ന് കരുതി. ആദ്യം നല്ല കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബേ വിൻഡോകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റൂമിൽ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബേ വിൻഡോ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സ്പേസ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം കേട്ടോ. നമുക്ക് ബേ വിൻഡോയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കർട്ടൻസാണ് നല്ലത്. നമ്മൾ ബ്ലൈൻസ്, സ്ട്രെയിറ്റ് ബ്ലൈൻസിനേക്കാൾ കുറച്ചുകൂടി ആപ്റ്റ് ഇതാണ് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹെഡ് ബോർഡ് ഡിസൈൻ ചെയ്തത് നോക്കാം. ഇവിടെ കാണാം, ഒരു ചാംഫർ ഡിസൈനിലാണ് ഇതിൻ്റെ ഹെഡ് ബോർഡ് ഡിസൈൻ ചെയ്തത്. സാധാരണ ഹൈറ്റ് കൂട്ടി ആണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല വാൾപേപ്പറിലാണ് ഈ ഒരു ഹെഡ് ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഹെഡ് റെസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ഹെഡ് റെസ്റ്റും മനോഹരമായിട്ട് ഫാബ്രിക്കിലാണ്, നല്ല ഗോൾഡൻ തീമിലാട്ടോ ചെയ്തിരിക്കുന്നത്. PVD കോട്ടിങ്ങോട് കൂടിയ ഗോൾഡൻ ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫാബ്രിക്കും അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി വാർഡ്രോബുകളാണെങ്കിൽ ഗ്രേ വുഡൻ സ്കീമിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഹാൻഡിലുകൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഹാൻഡിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാണാൻ പറ്റും, സ്ട്രെയിറ്റ് ആയിട്ട് 1 മീറ്ററിനടുത്ത് ലെങ്ത് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിൽ കൊടുക്കുന്ന മോഡലുകൾ അത് ചോദിച്ച് വാങ്ങണം. നമ്മൾ ഇതുപോലെ ലോ ടു ഹൈറ്റ്, ഒരാളെ അരക്ക് ഹൈറ്റ് വരുന്നത് അത് വേറെ. ഓരോ സൈസിനും ഓരോ പൊസിഷനുകളുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ ഒരു ഏരിയ കാണാം, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ആ ഒരു ഏരിയനെ ഒരു കൺസോൾ യൂണിറ്റ് കൊടുത്ത് മനോഹരമാക്കിയതാണ്. ഒരു ഓഫീസ് പർപ്പസിന് നമുക്കൊരു ചെയർ ഇട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ ഒരു ഫുൾ ലെങ്ത്ത് മിറർ കൊടുത്തിരിക്കുകയാണ്. ഒരു വാളിൽ ഒരു ഫുൾ ലെങ്ത്ത്
മിറർ കൊടുത്ത് ഇവിടെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇതുപോലുള്ള ഏരിയകളിലൊക്കെ പറഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഡ്രസ്സിങ്ങിന് വേണ്ടി മാത്രമല്ല, ആ ഒരു റൂമിന് കുറച്ചുകൂടി സ്പേസ് ഫീൽ ചെയ്യും ഇതുപോലുള്ള പ്ലെയിൻ മിററൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി ഈ കട്ടിലിൻ്റെ ഒരു ഡിസൈനും കൂടെ പറയേണ്ടിയിരിക്കുന്നു. സാധാരണ കാണുന്ന കട്ടിലിൻ്റെ ഡിസൈൻ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ ഒരു ലെങ്ത്ത്, ഒരടി കൂടുതൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബെഡിലല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇരിപ്പിടം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഒരു ഫ്രീ ആക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ചായ കുടിക്കുക അങ്ങനെ വല്ല പർപ്പസൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് ബെഡിൽ വെക്കാതെ ഇവിടെ വെക്കാനും പറ്റും. അങ്ങനെയുള്ള ഒരു ഐഡിയ. എല്ലാ റൂമിലും ഒരുപോലെ ഐഡിയകളല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഈ റൂം കഴിഞ്ഞാൽ നേരെ നമുക്കിങ്ങനെ ഒരു ചെറിയ കോറിഡോറാണ്. ഇവിടെ ഗ്രീനറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പെർഗോളയിൽ കൂടെ ലൈറ്റുകളൊക്കെ വരുന്ന ഏരിയയാണ്. ഈ ഒരു റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഒരു കുട്ടികളൊക്കെ ഉള്ള ആളെ റൂമാണ്. അപ്പോൾ ഒരു തൊട്ടിലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സെയിം കട്ടിലിൻ്റെ ഐഡിയ ഇവിടെയും വന്നിട്ടുണ്ട്. എക്സ്ട്രാ ലെങ്ത്ത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് കട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഹെഡ് റെസ്റ്റ് ആണെങ്കിൽ ഫാബ്രിക് ലെതർ ടൈപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ലുവർ ഡിസൈന് വുഡിലാണ് ഒരു സൈഡിൽ ചെയ്തിട്ടുള്ളത്. വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടുത്തെ മിറർ ഐഡിയ കുറച്ചും കൂടെ, ഈ ഒരു വീട്ടിലെ മിറർ ഐഡിയകളെല്ലാം അട്രാക്റ്റീവാണ്. വലിയൊരു മിററാണ് കൊടുത്തത്. ഈ വാർഡ്രോബിൻ്റെ അതേ സൈസിലുള്ള ഒരു മിറർ കൊടുത്തിരിക്കുകയാണ്. ഇത്രയ്ക്ക് വലിയ മിറർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, റൂം സ്പേസ് ഫീൽ ചെയ്യുകയും ചെയ്യും. നമുക്ക് ഡ്രസ്സ് ചെയ്യുമ്പോഴോ ഒക്കെ അട്രാക്റ്റീവായിട്ട് നമുക്ക് കാണാനും പറ്റും. കോർണർ വിൻഡോകൾ ഒരുപാട് ഈ വീട്ടിൽ വരുന്നുണ്ട്. സീലിങ്ങിൽ കൊടുത്തിരിക്കുന്ന ഐഡിയകളെ കുറിച്ച് പറയണം. സാധാരണ POPയുടെ കൂടെ തന്നെ ഒരു കോർണറിൽ സെപ്പറേറ്റ് വുഡൻ പീസ് എലമെൻ്റ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റ് ഇതിന്ന് ഹാങ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരികയാണെങ്കിലാണ് കിച്ചൺ വരുന്നത്. അതിനെ ഒരു കോളം നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു കോളം പോലെയല്ല, ഇതിനെ നന്നായിട്ട് വെൽ ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിൽ പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു അടിപൊളി സ്പേസ് കാണാം. ഈ സ്പേസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഫുഡ് പെട്ടെന്ന് സപ്ലൈ ചെയ്യാനുള്ള ഒരു ഏരിയ, അതല്ലെങ്കിൽ നമുക്ക് പവർ കട്ടൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ വേണമെങ്കിൽ ഇതാ ക്യാൻഡിൽ പോലും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ കിച്ചണിലേക്ക് ഇനി കയറാം. ഈ ഒരു ഏരിയയിലൂടെ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ വലിയ വിശാലമായിട്ടുള്ള കിച്ചണാണ്. നല്ലൊരു കൗണ്ടർ ടോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബാർ യൂണിറ്റ് പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 ചെയറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടുന്ന് ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ, അത് കിച്ചണിൽ കുക്ക് ചെയ്ത് ഉടൻ തന്നെ കഴിക്കുന്ന രീതിയിൽ. അതുപോലെ സിങ്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ പുക ഇല്ലാത്ത അടുപ്പ് എന്ന് പറയുന്ന നമ്മുടെ പുകയുള്ള അടുപ്പ് അത് ഇവിടെയാണ് വരുന്നത്. അതിനുള്ള മേൽ ടോപ്പൊക്കെ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു അട്രാക്ഷൻ. അതുപോലെ L ഷേപ്പ് ആയിട്ടുള്ള ഒരു കൗണ്ടറാണ്. വൈറ്റ് കളർ ടൈലാണ് ടോപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ അപ്പർ ക്യാബിനറ്റ് എല്ലാം ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം മനോഹരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം ഈ ഒരു സ്പേസാണ്. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു കൺജസ്റ്റഡ് ഏരിയ ആവരുത്. അത്യാവശ്യം സ്പേസ് വേണം. ഇവർക്ക് എക്സ്ട്രാ വർക്കിംഗ് ഏരിയ വേറെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഏരിയ തന്നെയാണ് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗ്രേ വുഡൻ തീമിലാണ് ഡൗൺ ആയിട്ടുള്ള കൗണ്ടറുകൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളറുള്ള ടൈലുകളാണ് വോളിൽ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ മാക്സിമം സ്റ്റോറേജും കൂടെ വന്നിട്ടുണ്ട്. ഈ താഴെയുള്ള കൗണ്ടർ അല്ലാതെ മേലെയുള്ള ഇതല്ലാതെ എക്സ്ട്രാ സ്പേസിലും കുറച്ച് സ്റ്റോറേജ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജിലും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഫ്രിഡ്ജ് ഇവിടെ വരുന്നു. ഈ ഒരു വാളിനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ടൈലിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ടൈല് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ വീട്ടിലെ കിച്ചണിലെ കാര്യങ്ങൾ. സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റിയ 2 കിടിലൻ ബെഡ്റൂം ഐഡിയ ആയിട്ടാണ് പറയാൻ പോകുന്നത്. നേരെ ഈ വീടിൻ്റെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിൽ 1ാമത്തെ ബെഡ്റൂം കാണും. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യാൻ വലിയ ഐഡിയകളൊന്നും വേണ്ട, സിമ്പിളായിട്ടും ചെയ്യാം. ഇവിടെ ചെയ്തിരിക്കുന്ന അട്രാക്ഷൻസ് ഒന്ന് നോക്കാം. നമുക്ക് ഒരു അത്യാവശ്യം 4 മീറ്റർ ബൈ 4 മീറ്ററുള്ള റൂമാണ്. ആ റൂമിൽ കൊടുത്തിരിക്കുന്ന ബെഡിൻ്റെ പൊസിഷൻ കാണാം. സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണുള്ളത്, അതുകൊണ്ടാണ് ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഹെഡ് ബോർഡിൽ നല്ല വുഡൻ പാറ്റേൺ കൊടുത്തു. അതുപോലെ ഹെഡ് റെസ്റ്റിൽ ഇതാ കുറച്ച് ഫാബ്രിക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ബെഡാണ്. ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ചെറിയ സൗകര്യം കൂടെ ഉള്ള ഒരു റൂം തന്നെയാണ് ഇതും. അതുപോലെ ഈ ഭാഗത്ത് കൊടുത്തിരുന്ന വാർഡ്രോബിനെ, സാധാരണ വാർഡ്രോബിൻ്റെ സൈഡിനെ ഇതുപോലെ ആരും അട്രാക്റ്റീവ് ആക്കിയല്ല, സ്ലൈഡിങ് ആയിട്ടുള്ള വാർഡ്രോബ് വന്നു. ഈ സ്ലൈഡിങ് വാർഡ്രോബിൻ്റെ സൈഡിൽ വരുന്ന പോർഷനെ ഒരു ഷെൽഫാക്കി മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ വലിയ മിററും കൊടുത്ത് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിൽ എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഗ്രേ സിമ്പിൾ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ടൈലാട്ടോ യൂസ് ചെയ്ത്. അതുപോലെ POP ഡിസൈൻ ഒരു 2 ലെവലായിട്ട് സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം എടുത്ത് പറയണം. ഇവിടെയുള്ള സാധാരണ ടോയ്ലറ്റ് ഡോർ പോലെയല്ല, ഇത് ഗ്ലാസ് കൊണ്ടുള്ള, അതുപോലെ അകത്തേക്ക് കാണാത്ത രീതിയിൽ സെറ്റ് ചെയ്ത ഒരു ബാത്റൂമാണ് കേട്ടോ. നമുക്ക് ചെറിയ സ്പേസിലൊക്കെ ഡോറ് കൊടുത്ത് കൺജസ്റ്റഡ് ആക്കാതെ ഇതുപോലെ ഗ്ലാസ് ഐഡിയകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെഡ്റൂമിനെ അട്രാക്റ്റീവ് ആക്കാം.
രണ്ടാമത്തെ ബെഡ്റൂം നേരത്തെ പറഞ്ഞ പോലെ 4 മീറ്ററിനടുത്ത് സൈസുള്ള ഈ റൂമിനകത്തും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹെഡ് ബോർഡ് ചെറുതാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റ് വുഡൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു റെക്റ്റാങ്കിൾ വുഡൻ പീസാണ്. ഇതൊരു ആർട്ട് വർക്ക് കൊടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ കോർണർ വിൻഡോ 2 വന്നതുകൊണ്ട് അത് ഒരു കോർണർ കർട്ടനായിട്ട് പ്ലീറ്റഡ് കർട്ടണിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വാർഡ്രോബിൻ്റെ കാര്യമാണെങ്കിൽ മൈക്ക ഡിസൈനിൽ പാറ്റേൺ ഉള്ള മോഡലാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡിൽസ് ഒക്കെ ഡിഫറെൻറ്റ് ഐഡിയ ആണ്. നമുക്ക് സിമ്പിൾ പീസസ് ആയിട്ടുള്ള ഡോറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുൾ ലെങ്ത്തിലുള്ള ഡോറുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ മിറർ ഇവിടെ ഒരു ഫുൾ ലെങ്ത്തിൽ ആണ് കൊടുത്തിട്ടുള്ളത്. കട്ടിൽ ഇവിടെ ഒരു എലിവേറ്റഡ് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള റൂമിന് സിമ്പിൾ ഡിസൈൻ എന്ന് പറയില്ലേ, ഗ്രേ കളറായിട്ടുള്ള ഫ്ലോറും സീലിങ്ങിൽ സിമ്പിളായിട്ടുള്ള ഐഡിയാസുമാണ് ചെയ്തിട്ടുള്ളത്. വീട് സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് അല്പം ഹൈറ്റിലാണ് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ലോപ്പായിട്ടുള്ള ഒരു ചെറിയൊരു കയറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കോബിൾ സ്റ്റോൺ ആണ് മാക്സിമം ഗ്രിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഗേറ്റ് എല്ലാം നമുക്കറിയാം, ഒരുപാട് വീടുകളിലെ ഗേറ്റ് ഇതേപോലെ വുഡൻ ഐഡിയാസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതേ ഒരു ഐഡിയ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും മെറ്റൽ കൊണ്ടുള്ള ഒരു ഗ്രില്ലാണ് കൊടുത്തത്. കാരണം വീട് മതിലൊക്കെ കെട്ടി കൺജസ്റ്റഡ് ആക്കുന്നതിന് പകരം ഒരു വ്യൂ കൂടെ കിട്ടുന്നതിന് അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തെങ്ങ് ഗേറ്റിന് പുറത്താണെങ്കിൽ കോമ്പൗണ്ടിൽ തന്നെയാണ് വരുന്നത്. അകത്തേക്കൊന്ന് കയറി നോക്കാം. ഗേറ്റ് ഇതാ പുറത്തേക്കാട്ടോ തുറക്കുക, കാരണം ഇവിടുത്തെ ഒരു സ്ലോപ്പ് അങ്ങനെയാണ് വരുന്നത്. അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് കൊണ്ടാണ് മനോഹരമായിട്ട് ഇവിടെയുള്ള മുറ്റം മനോഹരമാക്കിയിട്ടുള്ളത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് പോർച്ച്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എൻട്രൻസ്, പിന്നെ ഒരു റൂം വരുന്ന ഒരു വാൾ. ഇതാണ് എക്സ്റ്റീരിയറിൽ ഫ്രണ്ട് എലവേഷനിൽ വരുന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ മേലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു എൽ ഷേപ്പുകൾ, അതേപോലെ യു ഷേപ്പുകൾ ഒക്കെ വൈറ്റ് ഗ്രേ ടോണിൽ ചെയ്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ എലവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡിസൈനർ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഫ്രീ ആയിട്ട് നിൽക്കുന്ന വൈറ്റ് വാളിനെ എല്ലാം ഒരു ഗ്രേ തീമിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിന് ഉദാഹരണമാണ് ഈ ഒരു ക്ലാഡിംഗ് സ്റ്റോൺ കൊണ്ട് മനോഹരമാക്കിയ വാൾ, അതിലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പോട്ട് ലൈറ്റ്, അതുപോലെ കുറച്ച് ഗ്രീനറി. അതുപോലെ തന്നെ ഈ ഒരു വാള് കഴിഞ്ഞാൽ ഇവിടെ വൈറ്റ് ഏരിയ വന്നു. ഇവിടെ കാണാൻ നിൽക്കും മനോഹരമായിട്ടുള്ള വലിയൊരു ഓപ്പൺ അല്ലെങ്കിൽ ഗ്ലാസ് ഏരിയ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് റൂമിനകത്തേക്ക് പകൽ സമയത്തൊക്കെ വെളിച്ചം കിട്ടുന്നതിന് സഹായിക്കും. ഇത്രയും വലിയ ഗ്ലാസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത് ഫിക്സഡ് ആണ് കേട്ടോ. ഫിക്സഡ് ഗ്ലാസ്സിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ടഫൺ ഗ്ലാസ് ആണ്, അതുപോലെ വുഡൻ ഫ്രെയിമും ആണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലുള്ള വോള് ചെയ്യുമ്പോൾ അകത്തേക്ക് വെള്ളം ലീക്കാതെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മാർബിളിലാട്ടോ ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചുമര് നമ്മൾ സാധാരണ പ്ലാസ്റ്ററിങ് ആണ് താഴെ വരുന്നതെങ്കിൽ ഈർപ്പം ഇറങ്ങുന്നതിന് കാരണമാകും, അത് അകത്തേക്ക് ലീക്ക് ചെയ്യാനും കാരണമാകും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് ഇതുപോലെ നിങ്ങൾ ഫ്ലോറിങ്ങിൽ എന്താണോ ഉപയോഗിക്കുന്നത്, ടൈലാണെങ്കിൽ ടൈല്, മാർബിളാണെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൽ അട്രാക്റ്റീവായി വരുന്ന ഒരു പോർഷനാണ് ടോപ്പിലുള്ള മെറ്റൽ കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ. ബാൽക്കണിയിൽ വന്നിരിക്കുന്ന സ്ട്രക്ചറിനെ ടോപ്പ് ഗ്ലാസ് കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറുള്ള ഒരു വി ഷേപ്പിൽ റൗണ്ട് ചെയ്തിട്ടുള്ള കോളമാണ് കേട്ടോ അതിന് ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് ഈ വീടിന് എക്സ്റ്റീരിയറിൽ നിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏറ്റവും എടുത്ത് കാണിക്കുന്ന ഒരു പോർഷൻ. അത് ഈ ഒരു എൽ ഷേപ്പ് ഡിസൈനെ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നുമുണ്ട്. അതുപോലെ സ്റ്റെപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകൾ കൊടുത്തതെങ്കിലും ബാക്കിയുള്ള ഏരിയ എല്ലാം മാർബിൾ ആട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പിനെ കണ്ടിന്യൂസ് ചെയ്ത് പ്ലാന്റർ ബോക്സ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു സൈഡിലും ഒരു പ്ലാന്റർ ബോക്സ്. അങ്ങനെയാണ് വീടിൻ്റെ എൻട്രൻസ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറിയാലോ. പിന്നെ സിറ്റ് ഔട്ടിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ഇരിക്കാനുള്ള സ്ഥലം ഈ 2 ചെയറാണെന്ന് ചോദിക്കുന്നത്, ആ ചെയറല്ല, ഈ കാണുന്ന ഷൂ റാക്കിൻ്റെ ഒരു ഏരിയ അതൊരു വെൽ ഡിസൈനായിട്ട് ഒരു ഇരിപ്പിടമാക്കി മാറ്റിയിരിക്കുകയാണ്. വുഡൻ ഡിസൈനാണ് ഇവിടെ മൊത്തമായിട്ടുള്ള എലമെൻറ്റ്. ഈ കാണുന്ന സിറ്റ് ഔട്ട് ഒരു ഓപ്പൺ കൺസെപ്റ്റാണ്. അതായത് ഈ ഭാഗത്ത് കുറേ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിൽ പ്ലാന്റ്സ് ഉണ്ട്. ഇങ്ങനെ ഒരു ഏരിയയിലേക്ക് എലിവേറ്റ് ചെയ്തിരിക്കുന്ന ഡിസൈൻ. അതുപോലെ തന്നെ നേരെ കണ്ടിന്യൂ ചെയ്ത് അതിനെ ആണ് കാർ പോർച്ചാക്കി മാറ്റിയിരിക്കുന്നത്. ഈ രീതിയിലാണ് ഈ ഒരു സിറ്റ് ഔട്ടിനെ മനോഹരമാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടുന്ന് ഈ കോർണർ ഗ്ലാസ് ബെഡ്റൂമിൽ നിന്നുള്ളൊരു വ്യൂ കൂടെയാണ്. നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ പെട്ടെന്ന് കാണുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ മാർബിളാണ്, മേലെ ഗ്രേ കളർ തീമിലുള്ള സീലിംഗ് ആണ്. ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നതെല്ലാം സിലിണ്ട്രിക്കൽ ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ നല്ല പ്ലാന്റ് കഴിഞ്ഞ് കാണാം. വലിയൊരു ഡോറാണ്, 1:10 സൈസിൽ സിംഗിൾ പീസുകളായിട്ടുള്ള വുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡോർ ഡിസൈനാണ്. അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഡോറിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വിൻഡോയുമുണ്ട്. നമ്മുടെ കൂടെയുള്ളത് ഈ വീട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത ആർക്കിടെക്ട് ഷമീർ എളന്നരാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വർക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വർക്കിൽ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാം.
ആ ലൈറ്റ് കൊടുക്കാനുള്ള കുറേ സംഭവങ്ങൾ വീട്ടിനകത്തേക്ക് പകൽ സമയത്ത് വെളിച്ചമേ വേണ്ട, ആ ഒരു ഐഡിയ എങ്ങനെ വന്നു? അങ്ങനെ ഐഡിയ നമ്മൾ ഇപ്പം കൂടുതലായിട്ട് വരുന്നത് വീടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ തന്നെ ലൈറ്റിംഗ് ആണ്. നമ്മൾ പകൽ സമയമായാലും രാത്രി ആയി കഴിഞ്ഞാലും കൂടുതലായിട്ട് വരുന്നത് വീടിൻ്റെ ലൈറ്റ് ഉണ്ടാകുമ്പോഴേ ആ വീടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാനും കഴിയുള്ളൂ. പിന്നെ നമുക്ക് ക്ലൈൻസ് ആയാലും ആരായാലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളായാലും വീട്ടിൽ നിന്ന് ലൈറ്റ് ഇല്ലാഞ്ഞാൽ ഈ പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതെ അതെ അതെ. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ മനോഹരമാക്കി ഇത്രയും വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ അത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മൈൻഡ് കൺജഷൻ വരുന്ന ഒരു വിഷയം കൂടെ ഒഴിവാക്കും. അതെ അതെ. ഒരു ബ്രോഡ് മൈൻഡിലേക്ക് വരുന്ന ഒരു എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോയത്. അതുമാത്രമല്ല ഈ രാത്രി മാത്രം നമ്മൾ ലൈറ്റുകൾ യൂസ് ചെയ്യുക, പകൽ പല വീടുകാരും സ്റ്റാർട്ടിങ്ങിലൊക്കെ എല്ലാ ലൈറ്റും ഇടും, പിന്നെ സ്വാഭാവികമായിട്ടും ലൈറ്റുകൾ കുറച്ച് വരും. അപ്പോൾ നാച്ചുറൽ ലൈറ്റിനെ മാക്സിമം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നു. അത് നമ്മൾ ചെറിയ ചെറിയ സ്ലിറ്റ് ലൈറ്റുകളായിട്ടും അവിടെ ഒരു പോർഷൻ ഉണ്ട് നമ്മൾ ആ മേലെ സൈഡിലുള്ള പോർഷനിൽ. ഇപ്പം എന്ന് പറഞ്ഞാൽ സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ട്യൂബ് ലൈറ്റ് ഇട്ട പോലെയാണ്. അതെ, ഒരു സ്വിറ്റ് സ്ട്രൈറ്റ് ആയിട്ട് വരുന്നത്. അത് നേരെ അതിൻ്റെ നേരെ താഴെ വന്ന് നോക്കി കഴിഞ്ഞാൽ മാത്രം നമുക്ക് അതെന്താണെന്ന് മനസ്സിലാവുള്ളൂ. മറ്റത് നമ്മളൊരു ലൈറ്റ് ഓൺ ആക്കി വെച്ച പോലെ നാച്ചുറൽ ലൈറ്റ് വരുന്നത് ട്യൂബ് ലൈറ്റിൻ്റെ ഒരു എഫക്റ്റീവിലാണ് വരുന്നത്. ഒന്നൊരു വിടുത്ത് കൂടിയ ഒരു ട്യൂബ് ലൈറ്റിൻ്റെ എഫക്റ്റാണ്. ഓക്കെ. ഈ ലൈറ്റിലൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിൽ COB ലൈറ്റ് വന്നിട്ടുണ്ട്, സിലിണ്ടറിക്കൽ വന്നിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് വന്നു, ഇൻഡയറക്റ്റ് ലൈറ്റ് വന്നു, എല്ലാം വന്നിട്ടുണ്ട്. എല്ലാ ലൈറ്റ്സുകളും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്. ഈ പ്ലോട്ട് അൺഷേപ്പ്ഡ് ആണ്. എത്ര സെൻറ്റ് ഉണ്ട്? ഇത് 13 സെൻറ്റ്. 13 സെൻറ്റ് അല്ലേ? നമ്മൾ ആ പ്ലോട്ടിലേക്ക് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തത്. എല്ലാം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പ്ലോട്ടിലേക്ക് ഇത് കൊള്ളിക്കാനുള്ളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഫ്രണ്ടിലെ പോർഷൻ ഭയങ്കരമായിട്ട് ഡീപ്പായിരുന്നു. അപ്പോൾ അതിനെയും കൂടെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ടുള്ള ആക്സസും കാര്യങ്ങളും കൊടുക്കും എന്നുള്ളൊരു വിഷയങ്ങളും നമുക്ക് ഈ പ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വളരെയധികം നന്ദി നമ്മുടെ കൂടെ ഒരു മിനിറ്റ് നിന്നത്. താങ്ക് യു. വെറുതെ വീട് നിർമ്മിക്കുകയല്ല, വീട്ടിൽ ഒരുപാട് സ്പേസുകൾ, സ്പോട്ടുകൾ നമുക്ക് വേണം അട്രാക്റ്റീവ് ആക്കാൻ. അപ്പോൾ ഈ വീടിൻ്റെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് ഈ ഒരു ഏരിയയാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന് എങ്ങനെ നോക്കിയാലും നമുക്ക് ഫ്ലോറിലേക്ക് ഡൈനിങ് സ്പേസിലേക്ക് കാണാം. മാക്സിമം ലൈറ്റ് കിട്ടുന്ന രീതിയിൽ സീലിംഗ് ഐഡിയാസൊക്കെ ചെയ്ത ഒരു ഏരിയയാണ്. അപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ മനോഹരമായിട്ടുള്ള ഇതുപോലുള്ള സ്പോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടിപൊളി വീഡിയോ ഐഡിയകളായിട്ട് നമ്മുടെ പേജിൽ ഒരുപാടുണ്ട്. പ്രൊഡക്റ്റുകൾ വാങ്ങേണ്ട സ്ഥലങ്ങളുണ്ട്, പ്രൊഡക്റ്റിൻ്റെ പുതിയ മെറ്റീരിയൽസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. പിന്നെ വീട് പണി നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം. ബൈ.